ആലപ്പുഴയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചതായി പരാതി. ആലപ്പുഴ കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്കെതിരെയാണ് പരാതിയുമായി ദമ്പതികൾ രംഗത്തെത്തിയത്. ഭരണിക്കാവ് സ്വദേശികളായ അതുല്യ, അജീഷ് ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. അജീഷിന്റെ പരാതിയിൽ കായംകുളം പോലീസ് കേസെടുത്തു. വൈഫിനെ വാർഡിലോട്ട് മാറ്റി, വാർഡിലോട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. 1:45 ആയപ്പോൾ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവർ സർജറിക്ക് എന്നെ കയറ്റാൻ പോവാണ്, സിസേറിയൻ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. സിസേറിയൻ ചെയ്യാൻ വീട്ടിലോട്ട് വന്നു. വൈഫിന് ആഹാരം എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇവർ ഓപ്പറേഷൻ ചെയ്തിട്ട് വൈഫിനെ കയറ്റിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പോയി വൈഫിനെ കാണാൻ പറഞ്ഞ് ഞാൻ പോയി വൈഫിനെ കണ്ട് വൈഫ് ഭയങ്കര കരച്ചിലാണ്. പറഞ്ഞ് ഞാൻ പ്രസവിച്ചോളാം എന്ന് പറഞ്ഞില്ലയോ. അപ്പോഴാണ് എൻ്റെ അടുത്ത് ഡോക്ടർ പറയുന്നത് ഇതുപോലെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് സിസേറിയൻ നടത്തണമെന്ന്. അപ്പം എൻ്റെ വൈഫ് പറഞ്ഞത് പറ്റില്ല, ഞാൻ പ്രസവിച്ചോളാം എന്ന് പറഞ്ഞില്ല. കുഞ്ഞിനെ അകത്തേക്ക് വൈഫിനെ കയറ്റി പരിശോധിച്ചപ്പോൾ പോലും ഇവർ പറയുന്നില്ല കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവ് ഉണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എന്നോട് പറയാതാണ് എൻ്റെ വൈഫിനെ ഡയറക്റ്റ് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റുന്നതും എൻ്റെ അടുത്ത് ഇതിനകത്ത് സൈൻ ചെയ്യണമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വൈഫിൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ഇതുകൊണ്ട് ഞാനത് പെട്ടെന്ന് ഒപ്പിട്ടിട്ട് 15 മിനിറ്റോളം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിന് വെളിയിൽ വെയിറ്റ് ചെയ്ത്, ഞാനും എൻ്റെ അമ്മയും വെളിയിൽ വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവർ വന്നു. ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു കുഞ്ഞിനെ കാണാൻ അങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. കയറി വന്നപ്പോഴത്തേക്ക് കുഞ്ഞിനെ അവരുടെ ഒരു ഒബ്സർവേഷൻ റൂമിലിട്ട് കിടത്തിയേക്കുമാണ്. കൃത്രിമ ശ്വാസം അവർ കൊടുക്കുന്നുണ്ട്. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറവായതുകൊണ്ട് കുഞ്ഞിന് ഇത് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, വണ്ടാനം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ആംബുലൻസ് വിളിച്ച് എന്നെ, എൻ്റെ സഹോദരി ഭർത്താവും ഞങ്ങൾ 3 പേരുടെ 2 നേഴ്സുമാരുടെ ഈ ഹോസ്പിറ്റലിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് വന്ന് അരമണിക്കൂർ ഇപ്പോൾ പറഞ്ഞ് കുഞ്ഞ് മരണപ്പെട്ടെന്ന്. അതിന് മുമ്പേ കുഞ്ഞിന് അനക്കമൊന്നും ഞാൻ കണ്ടില്ല. വിവരങ്ങളുമായി അജയ് ചേരുന്നുണ്ട്. അജയ്, മാതാപിതാക്കൾ പറയുന്നത് ഇതൊരു ചികിത്സാ പിഴവ് ഉണ്ടായി എന്നാണ്. ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഗോപിക, നിലവിൽ അത്തരത്തിലേക്കുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ല. ഏറ്റവും പ്രധാനമായും ഈ മാതാപിതാക്കൾ സൂചിപ്പിക്കുന്നത് 25-നായിരുന്നു ഇവർക്ക് ഡേറ്റ് നൽകിയിരുന്നത്. അതായത് പ്രസവത്തിനായിട്ടുള്ള ഡേറ്റ് നൽകിയിരുന്നത് 25-നായിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ ഈ അതുല്യയ്ക്ക് വേദന അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ഘട്ടത്തിൽ ഇവർ പറയുന്നത് അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് മരുന്ന് നൽകി വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് രക്തസ്രാവം ഉൾപ്പെടെ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഇവർ വീണ്ടും ഈ ആശുപത്രിയെ സമീപിക്കുന്നത്. അപ്പോൾ പോലും ഇവർ വേണ്ട രീതിയിലുള്ള പരിഗണന നൽകിയിട്ടില്ല എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്ന സാഹചര്യമുള്ളത്. അഡ്മിറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ വീട്ടുകാർ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ വീട്ടുകാരുടെ ഒരു ഒപ്പീനിയൻ പരിഗണിച്ചിട്ടാണ് ഇവർ ഈ അതുല്യയെ അഡ്മിറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ തീരുമാനമെടുക്കുന്നത്. എന്തായാലും 25-ന് ഡേറ്റ് നൽകുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ സ്വാഭാവികമായിട്ടുള്ള പ്രസവം എന്നാണ് ആദ്യഘട്ടത്തിൽ ഈ ഡോക്ടർമാർ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പെട്ടെന്ന് സിസേറിയൻ നടത്താൻ ഇവർ തീരുമാനിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ ഒപ്പിട്ട് നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അജീഷിനെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഇയാൾ ഒപ്പിട്ട് നൽകുന്ന സാഹചര്യം ഉണ്ടായി എങ്കിൽ പോലും ഈ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ചിട്ടുള്ള ഒരു പരിശോധനയും ഈ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുന്ന പ്രധാന കാര്യം. അതായത് കൃത്യമായൊരു പരിശോധന നടത്തിയിട്ടില്ല. തീവ്രമായിട്ടുള്ള ഒരു വേദന ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രം ഈ ആശുപത്രിയിൽ കൊണ്ടുവന്നാൽ മതി, അഡ്മിറ്റ് ചെയ്താൽ മതി എന്നാണ് ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ 22-ന് മുമ്പ് തന്നെ 25-നാണ് തീയതി തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിന് മുമ്പ് തന്നെ അതുല്യയ്ക്ക് വേദന അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഘട്ടത്തിൽ മരുന്ന് നൽകി വിട്ടയക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. അതിനപ്പുറമായി കൂടുതൽ പരിശോധന നടത്തുവാൻ ഈ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് ഇത്തരത്തിലേക്ക് ഒരു വീഴ്ച വരുത്തിയിട്ടുള്ളത് എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ പരാതി നൽകിയിട്ടുണ്ട്. കായംകുളം പോലീസ് സ്വാഭാവികമായിട്ടും കേസെടുത്തിട്ടുണ്ട്. ആ കേസ് അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. കേസുമായി
കേസുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കുടുംബം പറയുന്നതും. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണം. വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസ് കായംകുളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കേസ് പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ത്തിൽ പ്രശ്നമുണ്ടായിരുന്നു. അത് ഹാർട്ട് ബീറ്റ് എടുക്കുന്നതിൽ പ്രശ്നമുണ്ട്, ഹാർട്ട് ബീറ്റിൽ കുറവുണ്ടെന്ന് കണ്ടുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് അടിയന്തര ചികിത്സയ്ക്കായിട്ട് ഈ കുട്ടിയെ അയക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാണ് ശരി. ആലപ്പുഴയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചതായി പരാതി. ആലപ്പുഴ കായംകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്കെതിരെയാണ് പരാതിയുമായി കുടുംബം രംഗത്തെത്തിയത്. അജയ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.